ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിസ്താഷ്യോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ പിസ്താഷ്യോ കേക്ക് ചെയ്തിരിക്കുന്നത് ഓവൻ ഇല്ലാത്തവർക്കും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പിസ്താഷ്യോ കേക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അടുത്തായിട്ട് പിസ്താഷ്യോ വേണം നമുക്ക്. പിസ്താഷ്യോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാക്കറ്റ് ഇതേപോലെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ, വളരെ കുറച്ച് മതി. ഇതിൽ നിന്ന് ഞാനൊരു 30 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്താഷ്യോ സാൾട്ടഡ് ആണ്, അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കേക്കിലേക്ക് സാൾട്ട് ആഡ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് നീറ്റാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പിസ്താഷ്യോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് പൗഡർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളത് നല്ല ക്ലീൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബൗളെടുത്ത് ഇതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പറ്റുമെങ്കിൽ ഒരു 3 തവണ അരിച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു തവണ അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. പിസ്താഷ്യോ കേക്കിന് പാൽപ്പൊടി ചേർത്തെടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെ പാല് ചേർത്തെടുക്കുകയാണെങ്കിലൊക്കെ നമ്മുടെ പിസ്താഷ്യോ മിൽക്ക് ഷേക്ക് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഷേക്കിൻ്റെ ടേസ്റ്റും കൂടിയൊക്കെ ഉണ്ടാകും കേട്ടോ നമ്മുടെ കേക്കിന്. അപ്പോൾ പാൽപ്പൊടി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. പാൽപ്പൊടിക്കും കൂടി പകരമായിട്ട് അത്രയും കൂടെ അളവിൽ പാല് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഡ്രൈ ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ബൗളെടുത്ത് ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്ലഫി ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പൊടിച്ചതിന് ശേഷം 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് പഞ്ചസാര അളന്നെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ എഗ്ഗ് നല്ലതുപോലെ ഫ്ലഫി ആയി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് എല്ലാം കൂടി യോജിച്ച് കിട്ടിയാൽ മാത്രം മതിയാകും കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് റൈസ് ബ്രാൻഡ് ഓയിലാണ്. നിങ്ങൾക്ക് സ്മെല്ലില്ലാത്ത ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇലായിച്ചി പിസ്ത മിൽക്ക് മിക്സ് ആണ്. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ബേക്കേഴ്സിൻ്റെ ആണ്. ഇപ്പം ബേക്കേഴ്സിൻ്റെ ആയാലും ടൈഗറിൻ്റെ ആയാലും ഏതായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. എന്തായാലും 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഇലൈച്ചി പിസ്ത മിക്സിന് ചെറിയൊരു ഗ്രീൻ കളർ ഉണ്ട്. അഥവാ ഇനി കളർ കൂടുതലായിട്ട് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ ജെൽ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അല്ലാതെ കളറിന് വേണ്ടിയിട്ട് പിസ്ത മിൽക്ക് മിക്സ് തന്നെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു എസൻസിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എന്തായാലും ഇതിലേക്ക് ഗാർഡൻ ഗ്രീൻ്റെ ജെൽ കളർ ഒരു 2 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ക്രഷ് ചെയ്ത് വെച്ചിരുന്ന പിസ്താഷ്യോ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് സാൾട്ടഡ് ആയിട്ടുള്ള പിസ്താഷ്യോ ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ സാൾട്ടും കൂടി ചേർത്തിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഈ കേക്കിൽ നമ്മൾ ക്രഷ് ചെയ്ത പിസ്താഷ്യോ ഒക്കെ ചേർത്താലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കേക്കിന്. പക്ഷേ പിസ്താഷ്യോക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പം നമ്മൾ സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിസ്താഷ്യോ ഒക്കെ ചേർത്ത കേക്കാണെന്നുണ്ടെങ്കിൽ റേറ്റൊക്കെ നോക്കിയിട്ട് വാങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ ഇലൈച്ചി പിസ്ത മിക്സ് ചേർക്കുമ്പോൾ തന്നെ ഒരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആൽമണ്ടോ കാഷ്യൂനട്ടോ എന്തെങ്കിലും കൂടെ ക്രഷ് ചെയ്തിട്ട് ചേർത്താലും മതിയാകും. പക്ഷേ കറക്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള പിസ്താഷ്യോ കേക്കാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ പിസ്താഷ്യോ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും കുഴപ്പമില്ലല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഓവനിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ.
ഞാനിപ്പോൾ എന്തായാലും ഓവൻ ഇല്ലാത്തവർക്ക് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 10 മിനിറ്റ് മുന്നേ ഞാനൊരു പാത്രം വെച്ച് അതിനുള്ളിലൊരു സ്റ്റാൻഡറൊക്കെ വെച്ചിട്ട് പാത്രം അടച്ച് പ്രീഹീറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പ്രീഹീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. പ്രീഹീറ്റ് ആക്കാൻ വെച്ചത് മീഡിയം ഫ്ലെയിമിലായിരുന്നേ. ഇപ്പോൾ ടൈറ്റായിട്ടുള്ള ഒരു അടപ്പ് വെച്ച് പാത്രം നന്നായിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ 25 മുതൽ 30 മിനിറ്റ് വരെയൊക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എന്താ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്നൊന്ന് തുറന്ന് നോക്കാം. ഞാനൊരു 25 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അന്നേരം ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നല്ലതുപോലെ തന്നെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എടുത്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് വിട്ടിരുന്ന് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. കേക്കിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കേക്ക് വെറ്റ് ചെയ്യണത് ഷുഗർ സിറപ്പ് വെച്ചിട്ടല്ല, പാലിൻ്റെ ഒരു മിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. തിളപ്പിച്ച് ആറിയ പാലാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തപ്പോഴുണ്ടല്ലോ ക്യാമറ അങ്ങ് ഓഫായി പോയായിരുന്നു കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കേക്ക് ബാറ്ററിൽ ആഡ് ചെയ്ത ഇലൈച്ചി പിസ്ത മിക്സ് ഉണ്ടല്ലോ, അത് 2 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് അരമണിക്കൂറത്തേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. പിന്നെ കുറച്ച് പിസ്താഷ്യോസ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ലെയർസിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തീരെ ചെറിയ പീസായിട്ടല്ല, കുറച്ച് വലിയ പീസായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ലെയർസിലൊക്കെ വെച്ച് കൊടുത്തിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഐസിങ് ചെയ്യാനായിട്ടുള്ള എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിൾ എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്ത് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കേക്ക് ഐസിങ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ളത്. ക്രീം പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം പാലിൻ്റെ മിൽക്ക് മെയ്ഡിൻ്റെ മിശ്രിതം ഉണ്ടല്ലോ അതൊഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പിസ്താഷ്യോസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം സെയിം രീതിയിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 3 ലെയർ കേക്കും വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. സ്ക്രാപ്പർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ സൈഡ്സിൽ ഈ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈനുള്ള സ്ക്രാപ്പർ വെച്ച് ഒന്നും കൂടി ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. കേക്കിൻ്റെ മുകളിൽ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് അത്യാവശ്യം നല്ല ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഗനാഷ് ഒഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കേക്കിൽ ഗനാഷ് ഒഴിക്കാനാണെന്നുണ്ടെങ്കിൽ കേക്ക് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കേക്ക് ഞാനൊരു 2 മണിക്കൂർ നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. കേക്ക് 2 മണിക്കൂർ ഇരുന്ന് അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന സമയമാകുമ്പോൾ ഗനാഷ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഗനാഷൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാഞ്ഞത്. ഗനാഷ് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 1 ടീസ്പൂൺ ബട്ടറും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 3-4 ഡ്രോപ്സ് ഗ്രീൻ ജെൽ കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ. ഈ നേരിയ ചൂടോടുകൂടി തന്നെ നമുക്ക് തണുത്തിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. കേക്കിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ ഒഴിക്കുന്നുള്ളൂ, നേരെ ഒഴിക്കുന്നില്ല കേട്ടോ. ഒന്ന് വളഞ്ഞ പോലെ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ 1/4 ഭാഗത്തോളം ഗനാഷ് വെച്ച് നമുക്കങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. നമ്മുടെ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത ശേഷം പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീമൊക്കെ എടുത്തിട്ടുണ്ട്. ഓപ്പൺ സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് കേക്കിന് ഒരു ബോർഡർ പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ബോർഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഫ്ലവർ ചെയ്തെടുക്കാം കേട്ടോ.
അതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീമിൽ ഓറഞ്ച് ഫുഡ് ജെൽ കളർ 3 ഡ്രോപ്സും യെല്ലോ ഫുഡ് ജെൽ കളറും 3 ഡ്രോപ്സും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. R11 എന്ന് പറയുന്ന ഒരു ഫ്ലവർ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഫ്ലവർ ചെയ്യാനായിട്ട് ഫ്ലവർ നൈലിലേക്ക് കുറച്ച് ക്രീം ഒന്നാക്കി കൊടുത്ത ശേഷം ചെറിയൊരു ബട്ടർ പേപ്പർ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാനായിട്ട് തുടങ്ങാം. നമ്മൾ ഫ്ലവർ ചെയ്യണ ഈ നോസിലിൻ്റെ അറ്റം ഒരു ഭാഗം ഇങ്ങനെ അകത്തോട്ടിരിക്കുന്നത് ഒരു ഭാഗം ഇങ്ങനെ കൂർത്ത് ഇരിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഈ അകത്തോട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതാണ് നമ്മൾ മുകളിലോട്ടാക്കി പിടിക്കേണ്ടത്. എന്നിട്ട് കുറച്ച് ക്രീം ഒന്ന് ആക്കി കൊടുത്ത ശേഷം ഒരു റാ പോലെ പതുക്കെ ഇങ്ങനെ ഒന്ന് എടുത്താൽ മതിയാകും. ഓരോരോ പെറ്റൽസ് ഇങ്ങനെ റാ പോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്തിരി വലിയ ഫ്ലവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ചധികം പെറ്റൽസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതല്ല ചെറിയ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പെറ്റൽസ് മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇത്രയുള്ളൊരു ഫ്ലവർ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ലാസ്റ്റിൽ ഒരു വലിയൊരു പെറ്റൽസ് ഇങ്ങനെ റൗണ്ടിലാക്കി ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളുടെ ഫ്ലവർ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കേക്ക് ഒന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫോർക്ക് കൊണ്ട് എടുത്ത് ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണേ. അങ്ങനെ നമ്മൾ ഒരു ഫ്ലവർ കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതേപോലെ തന്നെ 2 ഫ്ലവറും കൂടി ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 3 ഫ്ലവർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരെണ്ണം ഇത്തിരി വലുതായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ലീഫ് ചെയ്ത് കൊടുക്കാനായിട്ട് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ ആക്കി എടുത്തിട്ടുണ്ട്. ലീഫിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ലീഫും കൂടി ചെയ്ത് കൊടുക്കാം. ഗനാശ ഒഴിച്ചെടുത്ത് മാത്രമായിട്ട് നമ്മൾ കുറച്ച് സിൽവർ ഷുഗർ ബാൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ അടിപൊളി പിസ്താഷ്യോ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഞാൻ ഈ കേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഒരു 6 മണിക്കൂറെങ്കിലും ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ടേസ്റ്റും കൂടി നോക്കാം. കട്ട് ചെയ്യുവാണേ. ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ കേക്ക്. ലെയർസൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കേക്കുകളിൽ ഒന്നാണിതും. നല്ല ജ്യൂസി ആയിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ് കേട്ടോ. ഇടയ്ക്ക് ആ പിസ്താഷ്യോ ഒക്കെ കടിക്കുമ്പോഴുള്ള ആ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ചിലവർക്കാണെങ്കിൽ പിസ്ത വെറുതെ കഴിക്കാനായിട്ട് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോലും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കേക്കായിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് തന്നെ അടിപൊളി ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.